നമസ്കാരം. ഇന്ന് കേരളം നേരിടുന്ന ഗുരുതരമായ രണ്ട് പ്രതിസന്ധികളുണ്ട്. അതിലൊന്നാണ് CPM, മറ്റൊന്ന് റിപ്പോർട്ടർ ചാനൽ. ഈ റിപ്പോർട്ടർ ചാനൽ പടച്ചുവിട്ട വ്യാജ വാർത്തകൾ കൊണ്ട് നിരവധി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത തന്നെ മെസ്സിയെ കേരളത്തിൽ കളിക്കാൻ കൊണ്ടുവരാനായി 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ക്ലബിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കൊടുത്തു എന്നുള്ളതും ആണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ ഒരു 126 കോടി രൂപ കൊടുത്തിട്ടില്ല, അത് പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്നുള്ള കാര്യമാണ് തെളിവുകൾ സഹിതം പുറത്തു വരുന്നത്. ഇതിനെല്ലാം കൂട്ടുനിന്നത് മുൻ രണ്ടാം പിണറായി സർക്കാരിലെ കായിക മന്ത്രിയായിരുന്ന V. അബ്ദുറഹ്മാനും. അത് മാത്രമല്ല, ചുക്കില്ലാത്ത കഷായമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനും ഇതിൽ മനസ്സറിവുണ്ടായിരുന്നു. പിണറായി വിജയനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ കള്ളക്കളി കേരളത്തിലെ 4 കോടിയോളം വരുന്ന ജനങ്ങളെ കബളിപ്പിച്ചത് ഇവരൊക്കെ കൂടി. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഇത്രയധികം സമർത്ഥനായ ഒരു തട്ടിപ്പുകാരൻ ഈ ആൻഡോ അഗസ്റ്റിൻ വ്യാജരേഖകൾ ചമച്ച് ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് വായ്പ എടുത്തത്. അന്ന് ഇയാൾക്ക് 24 25 വയസ്സ് പ്രായമെന്നാണ് വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. അതിനുശേഷം എറണാകുളത്തെവിടെയോ ഒരു ചെറിയ കുടുസുമുറിയെടുത്ത് അവിടെ 2 കമ്പ്യൂട്ടറും ഒരു സ്ത്രീയെയും ഒരു ലേഡി സ്റ്റാഫിനെയും വെച്ച് അവിടെ മാംഗോ ഫോൺ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കോടികൾ തട്ടി. അതാണ് ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന സമർത്ഥനായ കള്ളൻ. പിന്നീടാണ് മുട്ടിൽ മരമുറി കേസ് ഉണ്ടായത്. ഈ മുട്ടിൽ മരമുറി ആസൂത്രണം ചെയ്യുമ്പോൾ ഇയാൾക്ക് 30 വയസ്സിൽ താഴെയായിരുന്നു പ്രായം. അത് ആൻഡോ അഗസ്റ്റിൻ മാത്രമല്ല, ആ കുടുംബം ഒന്നാകെയാണ്. അയാളുടെ 2 സഹോദരന്മാരും കൂടി ചേർന്നിട്ടാണ് ഇത്രയധികം വലിയൊരു തട്ടിപ്പ് നടത്തിയത്. ഇനി ഒന്ന് ഓർത്തു നോക്കൂ, റിപ്പോർട്ടർ ചാനൽ പടച്ചുവിടുന്നത് വ്യാജ വാർത്തകൾ മാത്രമാണ്. അവർക്ക് റീച്ച് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും, എന്ത് വൃത്തികേടുകളും അവർ ചെയ്യും. അതിനൊരു കൂട്ടാളി കൂടിയുണ്ട്, മൊട്ട അരുൺ എന്ന് പറയുന്ന ഡോക്ടർ അരുൺകുമാർ. ഡോക്ടറാണത്രേ അയാൾ, ഏതോ ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, ഡോക്ടറാണത്രേ. അയാളൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യന് ഒരിക്കലും മാന്യനായി ജീവിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അരുൺകുമാർ. ഞാൻ സംസാരമധ്യേ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത് ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന പെരുങ്കള്ളനെ കുറിച്ചാണ്. ഇനി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അവിടെ ടൗൺഷിപ്പ് പണിയും, അവിടെ സ്കൂളുകളും പള്ളികളും ആരാധനാലയങ്ങളും ഒക്കെയുള്ള ടൗൺഷിപ്പ് പണിഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ഈ ആൻഡോ അഗസ്റ്റിൻ കാണിച്ച നാടകം നമ്മളെല്ലാവരും കണ്ടതാണ്. അവിടെ ഒരു തറക്കല്ല് പോലും ഈ കള്ളന്മാർ ഇട്ടിട്ടില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കണം. അതിനുശേഷം ഇയാൾ അവിടെ സ്റ്റേഡിയം നവീകരിക്കാൻ, ഈ ഫുട്ബോൾ കളിക്ക് വേണ്ടി സ്റ്റേഡിയം നവീകരിക്കാനായി അവിടെ കുറേ പണം മുടക്കി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ കുറേ മരങ്ങൾ അവിടെ നിന്നൊക്കെ വെട്ടിമാറ്റി. അവിടെയും പല കോപ്രായങ്ങളും കാണിച്ചു. ഒന്നും നടന്നിട്ടില്ല. ആ സ്റ്റേഡിയം പാതി വഴിയിൽ ഇട്ടിട്ട് ഇയാൾ അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ് ചെയ്തത്. ഇപ്പോൾ വരുന്ന വാർത്തയും അത് തന്നെയാണ്. ഈ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു. 126 കോടി രൂപ ഇയാൾ അർജന്റീന ഫുട്ബോൾ ക്ലബിന് കൊടുത്തു എന്ന് പറയുന്നത് പച്ചക്കള്ളമായിരുന്നു. കേരളത്തെ ഒന്നാകെ ഈ മുഖ്യമന്ത്രിയുടെയും കായിക മന്ത്രിയുടെയും ഒക്കെ ഒത്താശയോടുകൂടി ഇയാൾ കബളിപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇയാൾ ഇവിടെ ഇത്രയധികം വളർന്നത്? ഇവിടെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഉള്ളത് കൊണ്ടാണ്. എപ്പോഴും ഇയാൾ CPM-ൻ്റെയും ഈ പിണറായി വിജയൻ്റെയും ഒക്കെ ഒരു കുഴലൂത്തുകാരനായിരുന്നു ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഈ മരം കൊള്ളക്കാരൻ. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയധികം സ്വാധീനമുണ്ടായതും അയാൾ ഒരു കേസിൽ പോലും പെടാതെ അയാൾക്ക് ഇവിടെ സുരക്ഷിതമായി കഴിയാൻ കഴിഞ്ഞതും. എല്ലാ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും അവസാനത്തെ അഭയകേന്ദ്രം, ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് ആത്മീയതയാണ് എന്ന് പറയുന്നത് പോലെ അത് പല ഉദാഹരണങ്ങളുണ്ട്. കരിക്കൻവില്ല കൊലക്കേസിലെ പ്രതി റിനി ജോർജ്, അതുപോലെ പുലിക്കോടൻ നാരായണൻ, ഇവരൊക്കെ ഇപ്പോൾ ആത്മീയതയുടെ പാതയിലാണ്. പണ്ടുകാലത്ത് ചെയ്തു കൂട്ടിയ ഈ കൊടും പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടി ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അവർ മാനസാന്തരം വന്ന് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുപോലെയാണ് ഈ ആൻഡോ അഗസ്റ്റിൻ. പക്ഷേ ആൻഡോ അഗസ്റ്റിനും അയാളുടെ സഹോദരന്മാരും ഈ ആത്മീയതയിലേക്ക് പോയില്ല. പകരം അവർ സുരക്ഷിതമായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുത്തു. അതാണ് മാധ്യമം. ഈ മാധ്യമത്തിൽ വന്നിരുന്നൊരു കോട്ടുമൊക്കെ വലിച്ചു കയറ്റി വന്നിരുന്ന ഇയാളിലൊക്കെ വാദിക്കുന്നത് കാണുമ്പോൾ ഇയാളെ അറിയാവുന്നവർക്ക് പുച്ഛം തോന്നിപ്പോവും. കാരണം എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയധികം തൊലിക്കട്ടി ഉണ്ടാവുക? നമുക്ക് ഒരാളോടോ അല്ലെങ്കിൽ 5 10 പേരോട് നമുക്ക് വേണമെങ്കിൽ ഒരു കള്ളം പറയാം, അവരുടെ മുഖത്ത് നോക്കി കള്ളം പറയാം. അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ പറയുന്നത് കള്ളമാണെങ്കിൽ നമ്മുടെ മുഖം അത് വിളിച്ചു പറയും നമ്മൾ പറയുന്നത് കള്ളമാണെന്ന്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനലിൽ വന്നിരുന്ന ആ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്നതാണ് കോട്ടും വലിച്ചു കയറ്റി വന്നിരുന്നത് കള്ളം പറയുന്നത് ഈ ആൻഡോ അഗസ്റ്റിൻ. അപ്പോൾ അയാളുടെ തൊലിക്കട്ടി ചില്ലറ വല്ലതുമാണോ? ഞാൻ കരുതിയിരുന്നത് ഈ അന്തം കമ്മികൾക്കാണ് ഇത്രയധികം തൊലിക്കട്ടി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ആൻഡോ അഗസ്റ്റിൻ ആ റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു. നോക്കൂ, ഇത്രയധികം ജനങ്ങളുടെ മുന്നിൽ വന്ന് പച്ചക്കള്ളം വിളിച്ചു പറയാൻ ഇയാൾക്ക് ഉളുപ്പോ ലജ്ജയോ ഒന്നും തോന്നുന്നില്ലേ? ഇനി ഇയാളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. റോഷിപാൽ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു മാധ്യമപ്രവർത്തകനാണ്. അയാളുടെ ഒരു പുസ്തകം ഇറങ്ങി, അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അവളോടൊപ്പം ഇവിടെ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് വളരെ ഘോരം ബാധിച്ച ഒരാളാണ് ഈ റോഷിപാൽ എന്ന് പറയുന്ന മനുഷ്യസ്നേഹി, സ്ത്രീ സ്നേഹി.
അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വായിച്ചാൽ സത്യം പറഞ്ഞാൽ അതൊരു വലിയ ദുഃഖകഥയാണ്, ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം. പക്ഷേ ആ പുസ്തകം വായിച്ചാൽ നമുക്ക് ചിരി വരും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയധികം പച്ചക്കള്ളങ്ങൾ പറയാൻ തോന്നുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പരമ്പരകളായി തന്നെ പറയാം. എന്തായാലും റിപ്പോർട്ടർ ചാനലിലേക്ക് മടങ്ങി വന്നാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 1.5 വർഷം മുമ്പ് പൾസർ സുനിയെ ഒളിക്യാമറ വെച്ച് റോഷിപാൽ കുടുക്കിയ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നതാണ്. അത് പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഏറ്റെടുത്തില്ല. കാരണം അത് പച്ചക്കള്ളമാണെന്ന് മാധ്യമങ്ങൾക്ക് തന്നെ മനസ്സിലായത് കൊണ്ടാണ്. ഇനി ആൻഡ്രൂ അഗസ്റ്റിനും അയാളുടെ സഹോദരങ്ങളും പ്രതിയായ മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന ബി ബെന്നിയെ അടക്കം ഈ സ്ത്രീപീഡന കേസിൽ കുടുക്കിയ വീരന്മാരാണ് ഇവന്മാർ. അവന്മാരെ എന്തുമാത്രം കള്ളത്തരങ്ങളാണ് പടച്ചുവിട്ടത്. ഇനി മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയെ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ഈ എല്ലാ മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമപ്രവർത്തകനും എത്തി. അവിടെ ഈ സൈബർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ തിരുവനന്തപുരത്തെ ഓഫീസ്. ആ മാധ്യമപ്രവർത്തകൻ എന്തോ വൈരാഗ്യം തീർക്കാനുള്ളതുപോലെ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുകയാണ്. അവിടെ ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്. ഒടുവിൽ സഹികെട്ട് ഞാൻ തന്നെ അയാളെ പരിഹസിച്ചു. ആ ഒരു രീതിയിലേക്ക് എത്തി. കാരണം പച്ചക്കള്ളങ്ങൾ, ഇത്രയും ആൾക്കാർ ചുറ്റും നിൽക്കുകയാണെങ്കിലും പച്ചക്കള്ളങ്ങൾ പറയുന്നതിൽ അവിടുത്തെ ജീവനക്കാർക്ക് പോലും യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതുപോലൊരു മാധ്യമവും ഈ ആൻഡ്രൂ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഈ പെരുങ്കള്ളനും ഈ കേരളത്തിൽ ഇനി ഉണ്ടാവണോ എന്ന് ചിന്തിക്കേണ്ടത് കേരളത്തിലെ സമൂഹമാണ്.